വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള മസ്താനീൻ്റെ തരംതാണ ഗെയിം വന്ന ദിവസം തന്നെ രേണു സുധീനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്താനി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മസ്താനി സ്വയം ചീഞ്ഞ് മറ്റുള്ളവർക്ക് വളാകാൻ വന്നിട്ടുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത വെറും തറയായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണെന്ന്. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് വിട്ടൊരു കളി മസ്താനിക്കില്ല. വന്ന ദിവസം രേണു സുധീൻ്റെ ഭർത്താവിനെ പറ്റിയായിരുന്നെങ്കിൽ പിറ്റേ ദിവസം റെനെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ പറ്റിയായി. ഇന്ന് രാവിലെ അനീഷിൻ്റെ ഭാര്യനെ അയാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അനീഷ് നേരെ നിന്നിട്ട് ചങ്കൂറ്റുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് ഇവിടെ കളി പറഞ്ഞ സമയത്ത് പിന്നെ മസ്താനിനെ അവിടെ എങ്ങും കാണാനില്ല. എന്ത് കൂതറ ഗെയിമാണ് മസ്താനി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മസ്താനിയുടെ സംസാര ശൈലിയും വായിന്ന് വരുന്നതും കേൾക്കുമ്പോൾ തോന്നും അവിടെ നിന്നവർ എത്രയോ ബെറ്റർ ആണ് എന്ന്. ഇന്നലെ മസ്താനി റെനേനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു കംപ്ലൈന്റ് പോലെ അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ മസ്താനി എന്തോ ഒരു വൈകൃതമുള്ള ആളെ പോലെ പെരുമാറുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. റെനേൻ്റെ അടുത്ത് മോശമായിട്ടുള്ള ആംഗ്യം കാണിച്ചും റെനേൻ്റെ ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലും സംസാരിച്ചും എന്ത് ഗെയിമാണ് മസ്താനി അവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി വൃത്തികേട് പറഞ്ഞും മോശം തംബ്നെയിലിട്ടും അവരെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കിയൊക്കെ റീച്ച് കൂട്ടുന്ന ചില വൃത്തികെട്ട ഓൺലൈൻ മീഡിയാസ്, അതേ ലെവലിലാണ് മസ്താനി അവിടെ പോയിട്ട് കളിക്കുന്നതാണോ റിയൽ ആണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അത്തരത്തിലാണ് മസ്താനി അവിടെ പെരുമാറുന്നത്. ഇന്നലെ റെനയുടെയും കൂടെ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംപ്രേക്ഷണ യോഗ്യമല്ലാത്ത അശ്ലീല ചേഷ്ടകളോ വാക്കുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ മുന്നറിയിപ്പുകളില്ലാതെ ആ വ്യക്തിനെ പുറത്താക്കും എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ് അറിഞ്ഞൂടാ. കാരണം അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഇത് നോർമലി പറഞ്ഞ് ശീലമുള്ള ആൾക്കാരാണ്. എന്തായാലും ഇത്തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ അവിടെ വെച്ച് ഉറപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ തന്നെ ഒരു നിലവാരം ഇല്ലാത്ത സീസണാണ് എന്നുള്ള ചീത്തപ്പേരുണ്ട്. അതിനൊരു പൂമാല ഇടുന്നത് പോലെയാണ് ഈ മസ്താനീനെ വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.